പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ തവണ പൂർണ്ണമായിട്ടും ഒരു ആധിപത്യം LDFിൻ്റെ ആധിപത്യം നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇത്തവണ അതുണ്ടാകുമോ എന്നുള്ളത് പ്രധാന ചോദ്യമായി അവശേഷിക്കുന്നു. അപ്പോഴും നേതാക്കൾ പങ്കുവയ്ക്കുന്ന ഒരു കാര്യമുണ്ട്, ചില മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ എല്ലാ മണ്ഡലങ്ങളിലും വിജയിക്കാൻ കഴിയും, പക്ഷേ ഭൂരിപക്ഷം ഒരുപക്ഷെ കഴിഞ്ഞ തവണ ഉള്ളതിനെ അത്ര വരില്ല എന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ. പക്ഷേ ആ അട്ടിമറി വിജയം സ്വന്തമാക്കാൻ കഴിയുമെന്ന് UDFും അതേസമയം തന്നെ NDA ക്യാമ്പുകളും പങ്കുവയ്ക്കുന്നുണ്ട്. പത്തനംതിട്ടയിൽ നിന്നും കണ്ണൻ ദേവ് ചേരുകയാണ്. കണ്ണൻ, ഗുഡ് മോർണിംഗ്. ഈ പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ ഒരു സമ്പൂർണ്ണ ആധിപത്യം LDFിൻ്റെ ആധിപത്യം നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇത്തവണ അതുണ്ടാകില്ല എന്നുള്ളതാണ് നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ LDF തന്നെ പറഞ്ഞു വയ്ക്കുന്നത്. അതിൽ തന്നെ ശ്രദ്ധേയമാകുന്ന രണ്ട് മണ്ഡലങ്ങളുണ്ട്. ഒന്ന് തിരുവല്ലയും അതോടൊപ്പം തന്നെ ആറന്മുളയും. ആറന്മുളയിൽ ഒരു ത്രികോണ പോരാട്ടം നടക്കുന്നു. തിരുവല്ലയിൽ BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കും എന്ന് അവർ തന്നെ പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യുന്നു. എന്നിരുന്നാൽ പോലും നാളെ നമുക്ക് 8 മണി വരെ കാത്തിരിക്കേണ്ടി വരും. നിലവിലത്തെ വിജയ പ്രതീക്ഷകളും അല്ലെങ്കിൽ അവരുടെ ആത്മവിശ്വാസവും എങ്ങനെയാണ് ഓരോ ക്യാമ്പുകളിലെ? ലിജിൻ, ഗുഡ് മോർണിംഗ്. ലിജിൻ പറഞ്ഞതുപോലെ തന്നെ ഒരു സമ്പൂർണ്ണ ആധിപത്യം കഴിഞ്ഞ തവണത്തെ പോലെ LDFിന് പത്തനംതിട്ടയിൽ ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ്. കാരണം LDF ക്യാമ്പുകൾക്ക് തന്നെ അത്തരത്തിലുള്ള ഒരു കാര്യം അറിയാം. അവർ തന്നെ പറയുന്നത് കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം കിട്ടിയ ആ സംഖ്യ എന്തായാലും പത്തനംതിട്ടയിൽ ഉണ്ടാകില്ല. നേരത്തെ പ്രധാനപ്പെട്ട ആറന്മുളയിലെ കാര്യം തന്നെ എടുത്താൽ വീണ ജോർജിന് കഴിഞ്ഞ തവണ ലഭിച്ച 19,000-ൽ പരം വോട്ടുകൾ, അത് ഇത്തവണ അവർ ആദ്യം പറഞ്ഞിരുന്നു അതിലും കൂടുതൽ വോട്ട് ലഭിക്കുമെന്ന്. എന്നാൽ ഇത്തവണ ഈ ഇലക്ഷൻ കഴിഞ്ഞ് തിരഞ്ഞെടുപ്പ് പോളിംഗ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഏതാണ്ട് 19,000-ൽ നിന്ന് നേരെ താഴെ 6,000-ൽ പരം വോട്ടുകൾ വീണ ജോർജ് വിജയിക്കുമെന്നാണ്. അത്തരത്തിൽ വലിയ രീതിയിൽ ഭൂരിപക്ഷത്തിൽ കുറവ് കാണിക്കും എന്ന് LDF തന്നെ സമ്മതിക്കുന്നുണ്ട്. അത് തന്നെയാണ് ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും ഉള്ളത്. അതിൽ തന്നെ തിരുവല്ല മണ്ഡലം LDFിന് തന്നെ വലിയ ഒരു ആശങ്ക നൽകുന്ന ഒരു മണ്ഡലമാണ് തിരുവല്ല മണ്ഡലം. അവിടെ എന്താകും സംഭവിക്കുക എന്ന് അവർക്ക് തന്നെ പറയാൻ കഴിയില്ല. ആറന്മുളയിലും തിരുവല്ലയിലും നല്ല ടൈറ്റ് ഫൈറ്റ് തന്നെയാണ് നടക്കുന്നത്. ഏതാണ്ട് അബിൻ വർക്കി നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. മാത്രമല്ല കുമ്മനം രാജശേഖരൻ എത്രത്തോളം വോട്ട് പിടിക്കും, അവിടെ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. ബാക്കി 4 മണ്ഡലങ്ങളിലും ഇത്തരത്തിൽ തന്നെയാണ്. തിരുവല്ല എടുത്തു കഴിഞ്ഞാൽ തിരുവല്ലയിൽ UDFിന് വലിയ ഒരു നേട്ടമുണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് UDF ക്യാമ്പുകൾ അവകാശപ്പെടുന്നത്. തിരുവല്ലയിൽ മാത്രമല്ല ഈ ജില്ലയിലെ 5 മണ്ഡലങ്ങളിലും അവർക്ക് വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയും. ഒരു ഭരണവിരുദ്ധ വികാരം വലിയ രീതിയിൽ ഈ പത്തനംതിട്ട ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും വീശിയടിക്കുമെന്ന് തന്നെയാണ് അവർ കരുതുന്നത്. മാത്രമല്ല കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള വലിയ രീതിയിലുള്ള ഒരു വിജയം അത് എന്തായാലും ആവർത്തിക്കും. അത്തരത്തിലുള്ള ഒരു വിജയ പ്രതീക്ഷ തന്നെയാണ് UDF ക്യാമ്പിനുള്ളത്. കഴിഞ്ഞ തവണ ഈ LDFിന് ഈ 5 മണ്ഡലങ്ങളും MLA-മാർ ഉണ്ടായിരുന്നതാണ്. എന്നാൽ അവിടെ നിന്നും അവരുടെ ആ ഒരു ഭരണവിരുദ്ധ വികാരം ഉൾപ്പെടെ നിലനിൽക്കുന്നുണ്ട്. അത് തദ്ദേശ തിരഞ്ഞെടുപ്പിലടക്കം പ്രതിഫലിച്ചതാണ് എന്ന് UDF ക്യാമ്പ് പറയുന്നു. മാത്രമല്ല ഇവിടുത്തെ ഈ ലോക്സഭാ മണ്ഡലം പോലും UDFിൻ്റെ കയ്യിലാണ്. കൂടുതൽ പഞ്ചായത്തുകൾ, നഗരസഭകൾ എല്ലാം UDF ആണ് ഭരിക്കുന്നത്. അത്തരത്തിൽ വലിയ വിജയപ്രതീക്ഷ തന്നെയാണ് UDFിനുള്ളത്. LDFിന് അത്തരത്തിൽ എടുത്തു പറയാൻ കഴിയുന്നില്ല. എന്നാലും അവർ ഈ കോന്നിയും റാന്നിയും ഒക്കെ കൃത്യമായി തന്നെ ലഭിക്കും എന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്നാൽ ഇവിടെയൊക്കെ ശ്രദ്ധേയമാവുന്നത് NDAയുടെ സ്ഥാനാർത്ഥികളുടെ കാര്യമാണ്. അവർക്ക് എത്രത്തോളം വോട്ടുകൾ ലഭിക്കും, അതിൽ തന്നെ വിജയപ്രതീക്ഷയുള്ള മണ്ഡലങ്ങളാണ് ആറന്മുളയും തിരുവല്ലയും അടക്കമുള്ള മണ്ഡലങ്ങൾ. അവിടെ എത്രത്തോളം വോട്ട് ലഭിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ ഫലം വരുമ്പോൾ അതുകൂടി ബാധിക്കും. ഈ കോന്നിയിലും അതുപോലെ റാന്നിയിലും രണ്ടും NDAയ്ക്ക്, അതായത് 2020-ക്കും അതുപോലെ BDJS നൽകിയിട്ടുള്ള സീറ്റുകളാണ്. ഇവിടെയും എത്രത്തോളം വോട്ടുകളാണ് അവർ പിടിക്കുന്നതനുസരിച്ചായിരിക്കും ഈ മറ്റ് വിജയിക്കുന്ന സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനാവുക. പ്രധാനമായും നേരത്തെ കോന്നിയും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ സുരേന്ദ്രനൊക്കെ മത്സരിക്കുന്ന സമയത്ത് വലിയ രീതിയിൽ ഭൂരിപക്ഷം ഉണ്ടായിട്ടുള്ള വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞ മണ്ഡലങ്ങളാണ്. അവിടെ എത്രത്തോളമാണ് ഇത്തവണ കോന്നിയിൽ നിൽക്കുന്നത് BDJSൻ്റെ സ്ഥാനാർത്ഥിയാണ്. അവർക്ക് എത്രത്തോളം വോട്ടാണ് ലഭിക്കുന്നത്, അവർക്ക് ലഭിക്കുന്ന വോട്ടുകൾ അനുസരിച്ചായിരിക്കും ഈ ബാക്കി സ്ഥാനാർത്ഥികൾ, അതിൽ UDFിനോ LDFിനോ ആണോ ഇതിൽ മുൻതൂക്കം ലഭിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുക. എന്തായാലും പത്തനംതിട്ട ജില്ലയിൽ ആകെ നോക്കിയാൽ ഒരു UDF തരംഗമുണ്ട് എന്ന് തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങളടക്കം പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അത്തരത്തിലുള്ള ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് UDF ക്യാമ്പ് ഉള്ളത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം, ഈ പോളിംഗിന് കഴിഞ്ഞതിന് ശേഷം ഈ ഫലം വരുന്നത് കൃത്യമായി ഈ കണക്കെടുപ്പ് അടക്കം ഏതാണ്ട് 3 സ്ഥലങ്ങളിലാണ് ഈ മണ്ഡലങ്ങളിലെ 5 മണ്ഡലങ്ങളിലെ ഈ വിധി അറിയാൻ കഴിയുക. ശരി കണ്ടൻ, എന്തായാലും അതാണ് പത്തനംതിട്ടയിലെ സാഹചര്യം. പത്തനംതിട്ട പൂർണ്ണമായിട്ടും തങ്ങൾ പിടിക്കുമെന്ന് പ്രതിപക്ഷം അവകാശപ്പെടുന്നു. പക്ഷേ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ UDFിന് കഴിയില്ല എന്നുള്ളതാണ് അവസാന മണിക്കൂറുകളിലും LDF പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേസമയം ആറന്മുളയിലും തിരുവല്ലയിലുമൊക്കെ ഏത് രീതിയിലായിരിക്കും NDA സ്ഥാനാർത്ഥികൾ മുന്നേറുന്നത്, വോട്ട് നേടുന്നത് എന്നത് പത്തനംതിട്ടയിലെ ഫലം
നിർണായകമാക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കണ്ണനായിരുന്നു വിവരങ്ങൾ നൽകിയത്.